യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. പ്രൈസ് ദി ലോർഡ്. ഷേമ ഇസ്രായേലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നാം ഒക്കെ അനുദിനം പ്രാർത്ഥിക്കുന്നവരാ. പക്ഷേ എൻ്റെ പ്രാർത്ഥന ഏതു വിധത്തിലുള്ളതാണെന്നുള്ളതാ ചോദ്യം. ജീവിതം എളുപ്പമാക്കാനുള്ള പ്രാർത്ഥനയാണോ, അതോ എൻ്റെ ജീവിതത്തെ പൂർണ്ണമായി ക്രിസ്തുവിലേക്ക് സമർപ്പിച്ചുള്ള പ്രാർത്ഥനയാണോ ഞാൻ ജീവിതത്തിൽ കൈക്കൊള്ളുന്നതെന്ന് എന്നോട് തന്നെ ഒന്ന് ചോദിക്കണം. പ്രാർത്ഥനകൾ കേൾക്കപ്പെടാതെ പോകുന്നുവെന്ന് പരാതിയുണ്ടെങ്കിൽ തിരിച്ചറിയണം, ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ഇന്ന് വരെ ഒന്നും ചോദിച്ചു തുടങ്ങാത്തത് കൊണ്ടാണെന്ന്. പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്നും എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിച്ചതിന് ശേഷം എങ്ങനെ പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞു തരുകയാണ് ഇന്നത്തെ ഷേമ ഇസ്രായേൽ. ഇന്ന് നമ്മോട് വചനം പങ്കുവെക്കുന്നത് കാരിസ് ഭവൻ ഡയറക്ടർ ഫാദർ കുര്യൻ കാരിക്കലാണ്. ഒരു വ്യക്തിയുടെ ജീവിത സാക്ഷ്യത്തിലൂടെ വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് ഡോണ. തൊടുപുഴ പള്ളിക്കാമുറി ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ UK പ്രോസസ്സിങ്ങിന് പേപ്പർ നടക്കുന്നതിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ വന്നത്. അപ്പോൾ 2 പേപ്പർ വരാനുണ്ടായിരുന്നു. ആദ്യത്തെ പേപ്പർ ഒരു 38 ദിവസം ലേറ്റ് ആയിട്ടാണ് വന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഒട്ടും സാരമില്ല, എല്ലാം നന്നായിട്ട് നടന്നോളും, വിസ തടസ്സങ്ങളൊക്കെ മാറി എന്ന് ഈശോ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞുള്ള പേപ്പർ സാധാരണ എല്ലാവർക്കും 70ഓളം ദിവസം എടുത്താണ് വരാറ്. പക്ഷേ അന്ന് രാത്രി തന്നെ 5 മണിക്കൂറിനുള്ളിൽ എനിക്ക് ആ പേപ്പർ വരികയും എൻ്റെ പേപ്പർ ഇപ്പോൾ ഈ 27-ാം തീയതി പോകാൻ എല്ലാവരും ഇപ്പോൾ എൻ്റെ ഒപ്പം ചെയ്തുകൊണ്ടിരുന്നവരെക്കാൾ ഏറ്റവും ഫാസ്റ്റായിട്ട് ഇപ്പോൾ എൻ്റെ പേപ്പർ മൂവ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ അനിയത്തിക്കും ചേച്ചിക്കും ഒക്കെ IELTS കിട്ടിയത് ഇവിടെ വന്ന് ധ്യാനം കൂടി പ്രാർത്ഥിച്ചതിന് ശേഷമാണ്. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. പ്രിയപ്പെട്ടവരെ, ഷേമ ഇസ്രായേൽ പ്രോഗ്രാമിൻ്റെ വചന വിരുന്നിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം, ഞാൻ ധ്യാനാത്മകമായി ബൈബിളിലൂടെ കടന്നുപോയപ്പോൾ കണ്ടെത്തിയ കുറേ മഹനീയമായ പ്രാർത്ഥനകൾ, വളരെയേറെ മഹനീയമായ പ്രാർത്ഥനകൾ എൻ്റെ കണ്ണിൽപ്പെട്ടിട്ടുണ്ട്. അതിൽ ഏതാനും ചില പ്രാർത്ഥനകൾ ആ വചനഭാഗങ്ങളുടെ വെളിച്ചത്തിൽ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് ഈ സമയം ഞാൻ ചെയ്യാൻ പോകുന്നത്. നമ്മളൊക്കെ ഇഷ്ടം പോലെ പ്രാർത്ഥനകൾ നടത്തിയിട്ടുള്ളവരാണ്. നമുക്കറിയാം, നമ്മുടെ പ്രാർത്ഥനകളെ വിലയിരുത്തുമ്പോൾ നമ്മുടെ ജീവിതം സുഖപ്രദമാകുന്നതിന്, സൗകര്യപ്രദമാകുന്നതിന്, എളുപ്പമാകുന്നതിന് ഒരുപാട് പ്രാർത്ഥനകൾ നമ്മൾ നടത്തിയിട്ടുണ്ടാവാം. പക്ഷേ നമ്മുടെ ജീവിതം കൊടുത്ത് നമ്മൾ എന്തുമാത്രം പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വചനം എനിക്കും മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടായിരുന്നു. ഒരുപാട് പ്രാർത്ഥനകൾ, ധാരാളം പ്രാർത്ഥനകൾ പ്രാർത്ഥിച്ചിട്ടുള്ള വ്യക്തികളെ നോക്കി കർത്താവ് പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ ഇതുവരെയും എൻ്റെ നാമത്തിൽ പിതാവിനോട് ഒന്നും ചോദിച്ചിട്ടില്ല. അതുകൊണ്ട്
ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. ധാരാളം കാര്യങ്ങൾ പ്രാർത്ഥനയിൽ വിഷയമാക്കിയ വ്യക്തികളെ നോക്കി കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഇതുവരെ പിതാവിനോട് എൻ്റെ നാമത്തിൽ ഒന്നും ചോദിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിച്ചില്ല എന്നുള്ളതല്ലേ? പ്രിയപ്പെട്ടവരെ, നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ, ശരിയായ രീതിയിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ ഉറപ്പായും ദൈവാനുഗ്രഹം കടന്നു വരും. അവരുടെ ജീവിതം എളുപ്പമാവുകയും ചെയ്യും. പക്ഷെ അതിന് നമ്മൾ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ജീവിതം നേരെയാക്കി ജീവിതം കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ നമ്മൾ പഠിക്കുക. 2-3 വചനഭാഗങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. 1 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വചനം പറയുന്നത്, കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാന്മാരുടെ നേരെയാണ് തിരിഞ്ഞിരിക്കുന്നത്. അവരുടെ പ്രാർത്ഥനയുടെ സ്വരം കർത്താവിൻ്റെ കാതുകളിലെത്തും. എന്ന് പറഞ്ഞാൽ, നീതിപൂർവം ശരിയായ ക്രിസ്തീയ ജീവിതം നയിക്കുന്നതിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ സ്വരം കർത്താവിൻ്റെ കാതിലെത്തും. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരെ കർത്താവിൻ്റെ കണ്ണുകൾ ദർശിച്ച് അനുഗ്രഹിച്ചിരിക്കും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 31-ാമത്തെ വചനമെടുത്താൽ അവിടെ നമ്മൾ കാണുക, പാപിയുടെ പ്രാർത്ഥന കർത്താവ് കേൾക്കില്ല. അപ്പം അതുകൊണ്ട് പാപത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നവരുടെ പ്രാർത്ഥനയാണ് സ്വർഗത്തിലെത്തുക. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, 2 തീമോത്തി 2-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വചനമെടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, കർത്താവിനോട് വിളിച്ചപേക്ഷിക്കുന്നവർ പാപത്തിൽ നിന്ന് വിട്ടുനിൽക്കണം. പാപം ചെയ്യാതെ കർത്താവിനെ സ്നേഹിച്ച് ജീവിക്കുന്നവരുടെ നിലവിളി സ്വർഗത്തിലെത്തും. കർത്താവ് അവരെ അനുഗ്രഹിക്കും. ഈ വചനഭാഗങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യം, ജീവിതം കൊടുത്ത്, ദൈവത്തിന് കൊടുത്ത്, മറ്റുള്ളവർക്കായിട്ട് കൊടുത്ത് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥന നമ്മൾ കാണുന്നുണ്ട്. പ്രഭാഷകൻ്റെ പുസ്തകം 35-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വചനം, ഇപ്രകാരം പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന, വിനീതൻ്റെ പ്രാർത്ഥന മേഘങ്ങൾ തുളച്ച് സ്വർഗത്തിലെത്തും എന്നാണ്. വിശുദ്ധ തോമസ്, കാൻറ്റർബറിയിലെ വിശുദ്ധ തോമസിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. കാൻറ്റർബറിയിലെ വിശുദ്ധ തോമസിൻ്റെ ശവകുടീരത്തിങ്കൽ പ്രാർത്ഥിക്കാൻ പോയ ഒരു വിശ്വാസി, അദ്ദേഹം അവിടെ മുട്ടുകുത്തി വളരെ ആത്മാർത്ഥതയോടും നിർബന്ധപൂർവം പ്രാർത്ഥിച്ചൊരു വിഷയം, കർത്താവേ, ഈ വിശുദ്ധൻ്റെ മാധ്യസ്ഥതയിലൂടെ എനിക്ക് സൗഖ്യം നൽകണമേ. ദൃഢവിശ്വാസത്തോടെ അദ്ദേഹം പ്രാർത്ഥിച്ചു. നിശ്ചയദാർഢ്യത്തോടെ അദ്ദേഹം പ്രാർത്ഥിച്ചു, എനിക്ക് സൗഖ്യം വേണം. ആ വ്യക്തിക്ക് തൽക്ഷണം സൗഖ്യമുണ്ടായി, അത്ഭുതകരമായൊരു സൗഖ്യം. ഈ സൗഖ്യം പ്രാപിച്ച് അദ്ദേഹം ഭവനത്തിലേക്ക് പോകുമ്പോൾ ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വന്നു. ഞാൻ ദൈവത്തോട് ചോദിച്ചൊന്നുമില്ല, ആ രോഗം കർത്താവ് എൻ്റെ ജീവിതത്തിൽ അനുവദിച്ചത് എൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയായിരുന്നോ? അങ്ങനെയൊന്നും ചിന്തിക്കാനും ചോദിക്കാനും അദ്ദേഹത്തിന് ആ സമയത്ത് കഴിഞ്ഞിരുന്നില്ല. ഈ വ്യക്തി ഇങ്ങനെയൊരു ചിന്ത പെട്ടെന്ന് മനസ്സിലുദിച്ചപ്പോൾ ആ ശവകുടീരത്തിലേക്ക് തിരികെ പോയി. അവിടെ ചെന്ന് പഴയതുപോലെ മുട്ടുകുത്തി ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, അപ്പോഴെനിക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റിയില്ല, പക്ഷേ എൻ്റെ മനസ്സിലേക്ക് ഒരു ചിന്ത വന്നതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ ചോദിക്കുകയാണ്, ആ രോഗം എൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് അനുവദിച്ചതായിരുന്നോ? ആണെങ്കിൽ ആ രോഗം എനിക്ക് തിരിച്ചു തന്നേക്കൂ, ഞാൻ സ്വീകരിച്ചു കൊള്ളാം. പ്രിയപ്പെട്ടവരെ, ചരിത്രം പഠിപ്പിക്കുന്നത്
ആ വ്യക്തിക്ക് ആ രോഗം തിരിച്ചു വന്നു. മാറിയ രോഗം അദ്ദേഹത്തിന് തിരിച്ചു വന്നു. പലർക്കും തോന്നിയേക്കാം, അത്രയ്ക്ക് ഭക്തിയും പ്രാർത്ഥനയൊന്നും കാണിക്കാതിരുന്നെങ്കിൽ ഈ രോഗമായിട്ട് പിന്നെ ജീവിക്കേണ്ട കാര്യമില്ലായിരുന്നു. രോഗസൗഖ്യം കിട്ടിയ വ്യക്തിയാണ്. അങ്ങനെയാണ് മാനുഷികമായി ചിന്തിക്കുന്നവർ, ആത്മീയ വളർച്ച പ്രാപിക്കാത്തവരുടെയൊക്കെ ചിന്ത പോവുക. എന്നാൽ ഈ വിശ്വാസിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, രോഗം തിരിച്ചെടുത്ത് ഭവനത്തിലേക്ക് പോകുമ്പോൾ ആ വ്യക്തി പോയത് ആനന്ദത്തോടു കൂടിയാണ്. ആനന്ദത്തോടെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഭവനത്തിലേക്ക് മടങ്ങിയ വ്യക്തി, പ്രിയപ്പെട്ടവരെ, അവിടെയാണ് ജീവിത സുഖം തേടി പ്രാർത്ഥിക്കുന്നതിനുപരിയായി ജീവിതം കൊടുത്ത് പ്രാർത്ഥിക്കാൻ സാധിച്ച ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്രകാരം മഹനീയമായ പ്രാർത്ഥനകൾ നടത്തുവാൻ നമ്മുടെ ജീവിതത്തിലും കഴിയണം. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളൊരു 7 വചനഭാഗങ്ങളിലൂടെ 7 മഹനീയമായ പ്രാർത്ഥനകൾ പരിചയപ്പെടാൻ പോവുകയാണ്. ഒന്നാമത്തെ പ്രാർത്ഥന 2 സാമുവേൽ 7-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വചനം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അവിടെ നമ്മൾ കാണുക, ദാവീദ് നടത്തിയ മനോഹരമായൊരു പ്രാർത്ഥന. അദ്ദേഹം പ്രാർത്ഥിച്ചത് ഇപ്രകാരമാണ്: ദൈവമേ, അടിയൻ്റെ പ്രാർത്ഥന ഇതാണ്, ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും ഒരു കാരണവശാലും അങ്ങിൽ നിന്ന് അകന്നു പോകരുത്. അതിനുള്ള അഭിഷേകം, അതിനുള്ള കൃപ അവിടുന്ന് ഞങ്ങൾക്ക് നൽകണമേ എന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കാനും ദൈവം നമ്മളിൽ നിന്ന് അകന്നു പോകാതിരിക്കാനും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതൊരു മഹനീയ പ്രാർത്ഥനയായി മാറും. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിൻ്റെ 15-16 വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, മോശ ദൈവത്തോട് ആവശ്യപ്പെട്ട ഒരു കാര്യം: ദൈവമേ, അങ്ങ് ഞങ്ങളെ പറഞ്ഞു വിട്ടോളുക. എവിടേക്ക് വേണമെങ്കിലും അങ്ങേക്ക് ഞങ്ങളെ പറഞ്ഞു വിടാൻ പറ്റും. പക്ഷെ ഒരു കാര്യം, അങ്ങ് ഞങ്ങളുടെ കൂടെ വരണം. കൂടെ വരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്നും പറഞ്ഞു വിടരുത്. ദൈവം കൂടെ നിൽക്കാൻ ആഗ്രഹിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിച്ച ഒരു വ്യക്തി. ഞാൻ ഓർക്കുന്ന ഒരു കുടുംബത്തിൻ്റെ അവസ്ഥ, 2 മക്കളുണ്ടായിട്ട് 2 പേരും പള്ളി കയറത്തില്ല, പ്രാർത്ഥനയില്ല, സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരിക്കത്തില്ല. അതിനോട് മറുതലിക്കുന്ന വ്യക്തികൾ. കുടുംബാംഗങ്ങൾ ചോദിച്ചൊരു കാര്യം, പ്രത്യേകിച്ച് കുടുംബനാഥ, അവൾ ചോദിച്ചൊരു കാര്യം: എന്തുകൊണ്ടാച്ചാ 2 പേരും ഈ അവസ്ഥയിലായത്? ഞാൻ അവരോട് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? അതെങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഈ വചനഭാഗം പറഞ്ഞുകൊണ്ട് ഞാൻ അവരെ പഠിപ്പിച്ചൊരു കാര്യമാണ്. ദാവീദ് പറഞ്ഞത്: ദൈവമേ, ഇതാണ് അടിയൻ്റെ പ്രാർത്ഥന, ഞാനോ എൻ്റെ കുടുംബാംഗങ്ങളോ അങ്ങിൽ നിന്ന് അകന്നു പോകരുത്. പ്രിയപ്പെട്ടവരെ, അകന്നു പോയതിന് ശേഷം അത് പറഞ്ഞ് പരിതപിക്കുന്നതിനേക്കാൾ വേദനിക്കുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കേണ്ടതിന് നേരത്തെ തന്നെ നമ്മൾ പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകുന്നത്. ഇതാണ് മഹനീയമായ ഒന്നാമത്തെ പ്രാർത്ഥന. രണ്ടാമത്തെ പ്രാർത്ഥന നമ്മൾ കാണുന്നത് പ്രഭാഷകൻ്റെ പുസ്തകം അതിൻ്റെ 37-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വചനത്തിലാണ്. പ്രഭാഷകൻ 37:15 നമ്മൾ കാണുന്നത്, സർവോപരി സത്യമാർഗത്തിൽ നയിക്കപ്പെടേണ്ടതിന് അത്യുന്നതനായ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നാണ്. സത്യമാർഗത്തിൽ നയിക്കപ്പെടാൻ എന്ന് പറഞ്ഞാൽ പാപരഹിത ജീവിതം നയിക്കേണ്ടതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം യാചിച്ച് പ്രാർത്ഥിക്കുക. ഇതുപോലെ തന്നെ മറ്റൊരു വചനഭാഗമാണ് നിയമാവർത്തന പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 12-13 വചനഭാഗം. അവിടെയും പറഞ്ഞിരിക്കുന്നത്, ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് സത്യമാർഗത്തിൽ നയിക്കപ്പെടുന്നതിനേക്കാൾ കർത്താവ് അത്യുന്നതനായ ദൈവം എന്താണ് നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നത്. അപ്പം അതുകൊണ്ട്
വേറെ വൻകാര്യങ്ങളൊന്നും ചെയ്തില്ലേലും സത്യമാർഗത്തിൽ നയിക്കപ്പെട്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് വലിയൊരു കാര്യമാണ്. ഇത് രണ്ടാമത്തെ മഹനീയമായ പ്രാർത്ഥനയായിട്ട് നമുക്കെടുക്കാൻ പറ്റും. മൂന്നാമത്തെ പ്രാർത്ഥന നമ്മൾ കാണുന്നത് എഫേസസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 14 മുതലുള്ള വചനങ്ങളിലും 1 തെസ്സലോനിക്ക 3-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വചനങ്ങളിലുമാണ്. പൗലോസ്ലീഹ പറയാണ്, ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും ഗ്രഹിക്കാനുള്ള ശക്തി നൽകണമേ. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും 1 തെസ്സലോനിക്ക 3-ാം അധ്യായം 10 മുതലുള്ള വചനങ്ങളിൽ രാപകൽ പൗലോസ്ലീഹ പ്രാർത്ഥിക്കുന്ന ഒരു രംഗം. വിഷയം, ദൈവമേ, പരസ്നേഹത്തിൽ ഞങ്ങൾ ഉത്തരോത്തരം വളരണം, ആത്മീയ ബന്ധത്തിൽ ഞങ്ങൾ ആഴപ്പെടണം, അതിനുവേണ്ടി രാപകൽ ഞങ്ങൾ അങ്ങയോട് നിലവിളിച്ചപേക്ഷിക്കുന്നു. ആത്മീയ ബന്ധത്തിലും സ്നേഹത്തിലും വളരുവാനുള്ള പ്രാർത്ഥന മഹനീയമായ ഒരു പ്രാർത്ഥനയാണ്. 4-ാമത്തെ പ്രാർത്ഥന ധൈര്യത്തോടെ സഹനങ്ങൾ പുൽകുവാനുള്ള അഭിഷേകത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അത് നമ്മൾ കാണുന്നത് അപ്പസ്തോല പ്രവർത്തനം അതിൻ്റെ 4-ാം അധ്യായം 23 മുതലുള്ള വചനങ്ങളിലാണ്. ധൈര്യം ലഭിക്കാൻ, സഹനം കുറഞ്ഞു കിട്ടാനല്ല, സഹനവേളയിൽ ധൈര്യത്തോടെ സഹനം പുൽകി മുൻപോട്ട് പോകാനുള്ള അഭിഷേകം ആഗ്രഹിച്ചുള്ള മനോഹരമായ പ്രാർത്ഥന. ജോഷുവ 1:9 ജെറമിയ 1:17 കർത്താവ് പറയുന്നൊരു കാര്യം, നീ ഭയപ്പെടാതെ, പരിഭ്രാന്തനാകാതെ, നഷ്ടധൈര്യനാകാതെ ധൈര്യപൂർവം എനിക്ക് വേണ്ടി നിലകൊള്ളണം, നിൻ്റെ ശുശ്രൂഷയിൽ നീ മുന്നേറണം. അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അഭിഷേകം. 5-ാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് ശത്രുക്കൾക്ക് വേണ്ടി പോലും പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത്. ശത്രുക്കളോടും ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നത് മഹനീയമായ ഒരു പ്രാർത്ഥനയാണ്. നമ്മൾ കാണുന്നുണ്ട് സംഖ്യയുടെ പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വചനം, മിർയാമിനോട് ക്ഷമിച്ച് മോശ പ്രാർത്ഥിക്കുന്ന രംഗം. വീണ്ടും ജോബ് 42-ാം അധ്യായം വായിച്ചാൽ തനിക്കെതിരെ സംസാരിച്ച വ്യക്തികളോട് ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ജോബിൻ്റെ ഐശ്വര്യം ദൈവം പുനർസ്ഥാപിക്കുന്ന രംഗം. നമുക്ക് 6-ാമതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ പാപത്തിന് പരിഹാരമായിട്ട് ത്യാഗമനുഷ്ഠിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുന്നത്. എസ്രായുടെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വചനത്തിലും പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വചനത്തിലും നമുക്കിത് കാണാൻ സാധിക്കും. അന്യരുടെ പാപത്തിന് പോലും പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുന്നത്. അവസാനമായിട്ട് 7-ാമത്തെ മഹനീയ പ്രാർത്ഥനയാണ് ജ്ഞാനം ലഭിക്കേണ്ടതിനുള്ള പ്രാർത്ഥന. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം ജ്ഞാനത്തിന് വേണ്ടിയുള്ള മനോഹരമായ ഒരു പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ടവരെ, സുഭാഷിതങ്ങൾ 3:13 മുതൽ വായിക്കുമ്പോൾ ജ്ഞാനം ലഭിക്കുന്നത്, അറിവ് സമ്പാദിക്കുന്നതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന. 4-ാം അധ്യായം 7 മുതലുള്ള വചനങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്, മറ്റെന്തും ത്യജിച്ചും നീ ജ്ഞാനം സമ്പാദിക്കുക എന്ന്. 2 ദിനവൃത്താന്തം 1-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വചനങ്ങളും യാക്കോബ് ശ്ലീഹ 1:5-ാമത്തെ വചനവും ജ്ഞാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ മഹനീയമായ പ്രാർത്ഥനകൾ, അതിൽ 7 കാര്യങ്ങളാണ് പ്രത്യേകം നമ്മളിവിടെ എടുത്ത് കണ്ടത്. ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ, അങ്ങനെ മഹനീയമായ പ്രാർത്ഥനകൾ നടത്തുന്ന വ്യക്തികളായി നമ്മൾ ഉയർത്തപ്പെടുവാൻ നമുക്കിപ്പോൾ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആദ്യനും അന്ത്യനും നീ മാത്രമേ യേശുവേ.
പ്രിയപ്പെട്ടവരെ, ദിവ്യകാരുണ്യം നമ്മുടെ മുമ്പിൽ ഉയർന്ന സമയം. ദിവ്യകാരുണ്യനാഥൻ നമുക്കായി നമ്മുടെ മധ്യേ എഴുന്നള്ളിയിരിക്കുന്ന സമയം. നമുക്ക് അവിടുത്തെ ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് ജീവിതം സമർപ്പിച്ച് ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ സമയം നമുക്ക് വളരെ പ്രധാനപ്പെട്ട സമയമാണ്. ദിവ്യകാരുണ്യത്തിൽ ദൈവത്തോട് നമ്മൾ ചേർന്നിരിക്കുന്ന സമയം. നമ്മളിന്ന് കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ നാം ഇന്ന് പ്രാർത്ഥിക്കുന്നത് ഒരു പ്രത്യേക വിഷയം വെച്ചാണ്. പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ നമ്മൾ കണ്ടു. മഹനീയമായ പ്രാർത്ഥനകൾ നടത്തിയ പല വ്യക്തികളെക്കുറിച്ചും അതുപോലെ മഹനീയമായ പ്രാർത്ഥനകൾ നടത്തുന്ന വ്യക്തികളായി നമ്മൾ ഓരോരുത്തരും ഉയർത്തപ്പെടണം. നമ്മുടെ കുടുംബങ്ങൾ ഉയർത്തപ്പെടണം. നമുക്ക് ആ ഒരു അഭിഷേകം ലഭിക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ കണ്ടു യോഹന്നാൻ 16:24 കർത്താവ് തന്നെ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ഇതുവരെ എന്നോടൊന്നും ചോദിച്ചിട്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ലഭിക്കാതെ പോയത്. ചോദിക്കുക, നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞാൽ ചോദിക്കേണ്ടതുപോലെ നമ്മൾ ചോദിക്കണം. യോഹന്നാൻ്റെ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ പ്രാർത്ഥിച്ച യേശുനാഥൻ പ്രാർത്ഥനയിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ ശിഷ്യന്മാർ ആവശ്യപ്പെട്ട ഒരു കാര്യം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഗുരോ, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. അവരും ഒരുപാട് പ്രാർത്ഥനകളൊക്കെ ചൊല്ലുന്നവരായിരുന്നു. എന്നിട്ടും അവരാവശ്യപ്പെട്ട ഒരു കാര്യം, കർത്താവേ, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നമ്മൾ ഓരോ ദിവസവും ദൈവത്തോട് ആവശ്യപ്പെടേണ്ട ഒരു കാര്യമാണ്, ദൈവമേ, പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ശിഷ്യന്മാരാവശ്യപ്പെട്ടതുപോലെ നമ്മളും ആവശ്യപ്പെടണം, കർത്താവേ, അങ്ങയുടെ മനോഭാവത്തിൽ പ്രാർത്ഥിക്കാൻ ഞങ്ങളെയും പഠിപ്പിക്കണമേ. നമുക്ക് ഏതാനും നിമിഷങ്ങൾ അതിനായിട്ട് കർത്താവിൻ്റെ കൂടെ ഇരുന്ന് ചിലവഴിക്കാം. പ്രാർത്ഥിക്കാൻ കർത്താവ് നമ്മളെ പഠിപ്പിക്കും. റോമാലേഖനം 8:26 മുതൽ വായിച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനായിട്ട് പറ്റുന്നില്ലേ? പ്രാർത്ഥനയ്ക്ക് തടസ്സങ്ങൾ നേരിടുന്നുണ്ടോ? പ്രാർത്ഥനയിൽ വിരസത അനുഭവപ്പെടുന്നുണ്ടോ? പ്രാർത്ഥനയിൽ ഒരു ഉന്മേഷക്കുറവുണ്ടോ? പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അതാണ് വചനം നമ്മളെ പഠിപ്പിക്കുക. നിങ്ങളുടെ കരങ്ങൾ വിശുദ്ധ കുർബാനയിലേക്ക് ഒന്ന് നീട്ടിപ്പിടിക്കുക. നിങ്ങളുടെ എല്ലാ അവസ്ഥകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു വിഷയം അതിനെല്ലാം ഉപരിയായിട്ട് വരട്ടെ. കർത്താവേ, പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിക്കാൻ കർത്താവേ, എൻ്റെ കുടുംബാംഗങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ഞങ്ങൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരായി മാറുമ്പോൾ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അവിടുന്ന് നടത്തിത്തരും. ആ വിശ്വാസത്തോടെ ഞങ്ങളങ്ങേ വിളിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തോട് കരുണയായിരിക്കണമേ. പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങളെ മാത്രമല്ല കർത്താവേ, പ്രാർത്ഥിക്കാൻ അറിയില്ലാത്ത പലരുമുണ്ട്. കർത്താവെ, പ്രാർത്ഥിക്കാൻ പറ്റാതെ പോകുന്നവർ, പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഈശോയെ, മഹനീയമായ പ്രാർത്ഥനകൾ ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും അവിടുത്തെ പക്കലേക്ക് ഉയരണം. അതിനായിട്ട് കർത്താവെ, ഞങ്ങൾ അങ്ങേ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സഹായിക്കണമേ. ദിവ്യകാരുണ്യനാഥ, അങ്ങയുടെ കൂടെ ഇരിക്കുന്ന സമയം സ്വർഗീയ സമയമാണ്. അവിടുന്ന് പ്രവർത്തിക്കുന്ന സമയം, സ്വർഗം ഇറങ്ങി വരുന്ന സമയം. കർത്താവെ, ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ എല്ലാ അവസ്ഥകളിലേക്കും അങ്ങ് ഇറങ്ങി വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നായിട്ട് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ എല്ലാ വിഷമങ്ങളും എല്ലാ ആവശ്യങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, സഹായിക്കണമേ, സഹായിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് ഉയരട്ടെ. അങ്ങയുടെ മുമ്പിൽ എളിമപ്പെട്ട് അങ്ങയെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിലെത്തട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു നിമിഷം കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക, കണ്ണുകൾ അടയ്ക്കുക, ശിരസ് നമിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സമർപ്പിക്കുക. നിങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നോ അവരെല്ലാവരെയും മനസ്സിൽ കാണുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ സ്വർഗത്തിലേക്ക് ഉയരട്ടെ. പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ആർക്കു വേണ്ടിയാണ്
നിങ്ങൾ കർത്താവിൻ്റെ സഹായം തേടുന്നത് അവരുടെ പേര് പറയുക, വിഷയം പറഞ്ഞ് പ്രാർത്ഥിക്കുക. കർത്താവേ, പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് ഈ സമൂഹത്തിൻ്റെ മേൽ കരമുയർത്തി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങയുടെ കരുത്തുറ്റ കരം അവിടുന്ന് ഉയർത്തണമേ. ഇവരുടെ കുടുംബത്തെ, കുടുംബാംഗങ്ങളെ, പ്രത്യേക നിയോഗങ്ങളെ ആശീർവദിക്കുവാൻ കർത്താവേ അങ്ങയുടെ കരം നീട്ടണമേ. ഞങ്ങൾ അങ്ങയെ സമീപിച്ചാൽ വെറും കൈയോടെ പോകേണ്ടി വരില്ല. ഈ നിമിഷം കർത്താവേ, ഇവരുടെ ആവശ്യങ്ങളെല്ലാം അങ്ങ് നിറവേറ്റി കൊടുക്കണമേ. അങ്ങ് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങ് സർവശക്തനാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. രോഗികളെ സുഖപ്പെടുത്താൻ കരുത്തുള്ളവനാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഇവരുടെ എല്ലാ ആവശ്യങ്ങളിലും അങ്ങ് കൂടെ നിന്ന് ഇവരെ സഹായിക്കണമേ. പ്രിയപ്പെട്ടവരെ, പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൻ്റെ, മനസ്സിൻ്റെ, ആത്മാവിൻ്റെ, കുടുംബത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും ശാസിച്ചു മാറ്റി നിങ്ങൾക്ക് സൗഖ്യവും വിടുതലും വിശുദ്ധീകരണവും അഭിഷേകവും നൽകുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കിപ്പോൾ ശിരസ് നമിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമ്മളിലേക്കും നമ്മുടെ കുടുംബത്തിലേക്കും ഏറ്റെടുക്കും. പരമകാരുണ്യമേ